ചെങ്ങായിമാർ അന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പാട് നമ്മൾ നേരെ വിട്ട് മസ്ജിദ് കിട്ട ചെങ്ങായിമാര് അവിടെ നമുക്ക് സാധനം വാങ്ങാണ്ടായിരുന്നു. ഇത് നമ്മൾ ജബലഫീന് താഴത്തു കൂടെയുള്ള റോഡാട്ടാ. എന്ത് രസമെന്ന് പറയാം, നേരെ മലന്റെ അടിയിൽ കൂടെ ഉള്ള റോഡാ. ഇത് നമ്മൾ മസ്ജിദിലുള്ള നമ്മളെ കമ്പനിക്കാരുടെ ഷോപ്പാട്ടെ ചെങ്ങായിമാര്. ഇവിടെ ഹോൾസെയിൽ സാധനങ്ങളാണ് കൊടുക്കുന്നത്. അവിടുന്ന് സാധനം വാങ്ങിയ ശേഷം നമ്മൾ നേരെ വിട്ട് നമ്മളെ ക്യാഷിൽ വിറ്റിക്കിട്ട് ചെങ്ങായിമാരെ നമ്മൾ ഈ 30 വരെയുള്ള ഓഫർ. അപ്പൊ കുറച്ചുകൂടി സാധനങ്ങളുടെ ആവശ്യക്കാരുണ്ടെങ്കിൽ പോയി വാങ്ങിക്കുള്ളൂ. ദിവസങ്ങൾ കഴിഞ്ഞു തുടങ്ങുകയാണ് ചെങ്ങായിമാരെ. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അസർക്ക് നീച്ച് നമ്മൾ നേരെ പോയിട്ട് നമ്മളെന്താ തായ്ലാന്റിന്റെ പൈസ ചേഞ്ച് ആക്കാണ്ട് തായ്ലാന്റിന്റെ പൈസ 8320 റുപ്യ കൊടുത്തപ്പോ നമുക്ക് ദിറംസ് കിട്ടിയത് 898 ദിറംസ് ചെങ്ങായിമാരെ. അവിടുന്ന് നേരെ ലാൻഡ്രിക്കാണ്ട് വിട്ടിട്ട് അൽമാസ് ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു പഴംപൊരി അവിടുന്ന് നേരെ സൂക്രിതായി പോയതിന്റെ ശേഷം സാധനം വാങ്ങിയ ശേഷം മാമ വിളിച്ചൊരു പറഞ്ഞു അബുദാബിയിൽ സാധനം വന്നു കണ്ടു പോയിക്കോന്ന്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ അവിടെ പോണേ അബുദാബി എയർപോർട്ടിൽ. അപ്പൊ നമ്മള് സാധനം എടുക്കാൻ പോകണം. നമ്മളെ മാമിയും ഇവരൊക്കെ കൂടി നമ്മള് തായ്ലാന്റിൽ പോയിട്ട് ഇപ്പൊ ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പൊ അവരെ സാധനം എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് അബുദാബി വിഷ്വൽസ് നമ്മളാണ് കാണതിലൂടെ. എങ്ങനെ അടിപൊളി നാക്ക് വീഡിയോസ് നമ്മള് നവാസ് ഉറക്കൂട്ടെ ഞാൻ കുല വണ്ടി ഇങ്ങനെ ചീറി ചിഹ്നം കാഴ്ച നമുക്ക് കാണാം. ഈ 160 പോകുമ്പോ എന്താ ഫീല് പറയാണ്ട് ചോട്ടോടെ ക്ലച്ചുമ്പോ കാലെടുത്ത് ഇങ്ങനെ കൊടുക്കാൻ ആക്സിഡന്റ് ഒരു 160 ഇങ്ങനെ കടന്നു പോകും. അബുദാബി റോഡിലല്ലേ ഒരേ പൊളില. എന്നിട്ട് നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് നേരെ അബുദാബി എയർപോർട്ടിലേക്ക് ചെങ്ങായിമാര്. പഴയ എയർപോർട്ടിലാണ് നമ്മളെ കാർഗോ ഇത്യാദിനെ കാർഗോ വരുന്നത്, പുതിയ എയർപോർട്ടിലല്ല കേട്ടോ. അബുദാബി റോട്ടിൽ 160 സ്പീഡാണ്, അതേമാതിരി ദുബായ് റോട്ടിൽ 140. അപ്പൊ ഇതിനെ മാറ്റി എന്താണ് വരുത്താനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ ഇമാറത്തുകൾ പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് അബുദാബി റോഡ് 160 ദുബായ് റോഡ് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് 140 ആക്കിയത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എയർപോർട്ടിനുള്ളിൽ കയറിയതിന് ശേഷം കുറെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ട് ചെങ്ങന്മാരെ അവർ പോവാണെങ്കിൽ രാത്രി 8 മണിക്ക് 7 മണിക്ക് എത്തണം രൂപത്തിൽ പോയിക്കോളി. എന്നാൽ കുറച്ചുകൂടെ എനിക്ക് സമാധാനം കിട്ടും. അവിടെ മാമാന്റെ മോളെ വീട്ടിൽ സാധനം ഇറക്കണ്ടായിരുന്നു. അവിടെ ഇറക്കിന്റെ ശേഷം നമ്മൾ നേരെ വിട്ടിട്ട് വീട്ടുകടെ അല്യാഹാറൊന്നും പോയിട്ട് ഫുഡാണ് കഴിച്ചത്, നല്ലൊരു ഫുഡാണ് കഴിച്ചത്. നേരെ വീട്ടിൽ വിട്ട്. അപ്പൊ അടുത്ത വീഡിയോ എനിക്ക് കാത്തുക. ഓക്കെ, ബൈ.